Hi students, welcome to a new topic. ഇന്ന് മുതൽ ഫ്ലോറോസ്കോപ്പിക് പ്രൊസീജിയേഴ്സിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് MCU, that is micturating cystourethrogram. So let's begin our class. MCU is also known as voiding cystourethropy. It is a fluoroscopic study of the lower urinary tract in which contrast is introduced into the bladder via a catheter. അതായത് ലോവർ യൂറിനറി ട്രാക്റ്റിൻ്റെ എക്സാമിനേഷന് വേണ്ടിയാണ് നമ്മൾ MCU കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, വൈ ദിസ് പ്രൊസീജിയർ? ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഫങ്ഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് ദ ബ്ലാഡർ ആൻഡ് യുറീത്രൽ സ്പിങ്ചർ. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഓൾസോ ഡെമോൺസ്ട്രേറ്റ് ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് VUR. VUR മീൻസ് വെസൈക്കോ യുറീട്രൽ റിഫ്ലെക്സ് ആണ്. സോ VUR എന്ന് വെച്ചാൽ, ഓക്കെ, വെൻ യു ഹാവ് VUR, ദ യൂറിൻ ഇൻ യുവർ ബ്ലാഡർ goes back up to the ureter and the kidneys, and this could cause infection and damage to your kidneys. Next we are going to the topic indications for this procedure. So first indication എന്ന് പറയുന്നത് വെരി കോമൺ ആണ്, ദാറ്റ് ഇസ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. സോ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. സോ എന്നാലും ഞാൻ അഗെയിൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. Urinary tract infection is an infection in any part of the urinary system, the kidneys, bladder or urethra. ഞാനിവിടെ ഓരോ ഇൻഡിക്കേഷനെ പറ്റിയും ഒരു സിമ്പിൾ സെൻറ്റൻസ് പറയുന്നുണ്ട്. സോ അത് എന്തിനാണെന്ന് വെച്ചാൽ വെറുതെ ഇൻഡിക്കേഷൻസ് ഇങ്ങനെ പഠിച്ചു പോവാതെ അത് എന്താണെന്നോട് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. വെറും ഒരു സിമ്പിൾ സെൻറ്റൻസ് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിസ്യൂരിയ. ഇറ്റ് ഈസ് എ സിംറ്റം ഓഫ് പെയിൻ, ഡിസ്കംഫോർട്ട് or burning when urinating. Third one is the dysfunctional voiding. Dysfunctional voiding is a voiding disorder due to lack of coordination of striated sphincter muscle of urethra. സ്ട്രയേറ്റഡ് സ്പിങ്ചർ എന്ന് പറയുന്നത് യുറീത്രയുടെ ഒരു മസിലാണ്. സോ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് കൺട്രോൾ ദ എക്സിറ്റ് ഓഫ് യൂറിൻ ഇൻ ദ യൂറിനറി ബ്ലാഡർ ത്രൂ യുറീത്ര. സോ അതിൻ്റെ എന്തെങ്കിലും ഒരു ലാക്ക് ഓഫ് കോർഡിനേഷൻ വരുവാണെങ്കിൽ ദിസ് വിൽ റിസൾട്ട് ഇൻ എ ഡിസ്ഫങ്ഷണൽ വോയിഡിങ്. ഫോർത്ത് വൺ ഇസ് ദ ഹൈഡ്രോനെഫ്രോസിസ്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡയലേഷൻ ഓഫ് ദ യൂറിനറി കളക്ടിങ് സിസ്റ്റം ആൻഡ് ദ കിഡ്നസ്. ഓക്കെ, ഈ ഹൈഡ്രോനെഫ്രോസിസിൻ്റെ കൂടെ ഇൻ കോമ്പിനേഷനിൽ വരുന്നതാണ് ഹൈഡ്രോ യുറീറ്റർ. That refers to the abnormal dilation of the ureter. And the fifth one is the bladder outlet obstruction. Bladder outlet obstruction എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്ലോക്കേജ് അറ്റ് ദ ബേസ് ഓഫ് ദ ബ്ലാഡർ. സോ മോസ്റ്റ് കോമൺലി ആയിട്ട് ഈ ഒബ്സ്ട്രക്ഷൻ കാണുന്നത് എൽഡർലി ആയിട്ടുള്ള ആൾക്കാരിലാണ്, അതായത് പ്രായമുള്ളവരിലാണ്. മെയിൻ റീസൺ എന്ന് പറയുന്നത് ഡ്യൂ ടു ദ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ്. നെക്സ്റ്റ് ഇൻഡിക്കേഷനാണ് ഹെമച്യൂറിയ. ഹെമച്യൂറിയ മീൻസ് സിംപ്ലി ബ്ലഡ് ഇൻ യൂറിൻ. And the seventh one, urinary incontinence. So urinary incontinence എന്ന് വെച്ചാൽ നമ്മൾ സ്നീസ് ചെയ്യുമ്പോൾ, അതുപോലെ കഫ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ചിരിക്കുമ്പോൾ യൂറിൻ നമ്മുടെ കൺട്രോൾ ഇല്ലാതെ പോകുന്നതിനെയാണ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ സിവിയറിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനിഷ്യലി സ്ലൈറ്റ് ലോസ് ഓഫ് യൂറിൻ ആയിരിക്കും. അതിൻ്റെ എൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പം ചിലപ്പോൾ കംപ്ലീറ്റ് ഇൻഎബിലിറ്റി ടു കൺട്രോൾ അവർ യൂറിൻ. സോ എയ്ത്ത് വൺ, കൺജനൈറ്റൽ അനോമലീസ് ഓഫ് ജനൈറ്റോ യൂറിനറി ട്രാക്ട്. സോ ഞാൻ ഷോർട്ടായിട്ട് GUT എഴുതിയിരിക്കുന്നതാണ്. ദെൻ നയൻത്ത് വൺ ഇസ് ദ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇവാലുവേഷൻ ഓഫ് ദ യൂറിനറി ട്രാക്ട്. സോ നമ്മുടെ ഇൻഡിക്കേഷൻസ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ ഞാൻ പറയാൻ വിട്ടുപോയൊരു പോയിൻ്റാണ്, ഈ ഒരു പ്രൊസീജിയർ അഡൾട്ട്സിനേക്കാളും കോമൺലി പെർഫോം ചെയ്യുന്നത് പീഡിയാട്രിക് പോപ്പുലേഷനിലാണ്. അതുകൊണ്ട് തന്നെ എ ലോ ഓസ്മോളാർ കോൺട്രാസ്റ്റ് മീഡിയം ഇസ് പെർഫെക്റ്റ്ലി അഡിക്വേറ്റ് ഫോർ പീഡിയാട്രിക് MCU എക്സാമിനേഷൻ. എക്സാമ്പിൾ ഫോർ എ ലോ ഓസ്മോളാർ കോൺട്രാസ്റ്റ് ഏജൻ്റാണ് അയോഹെക്സോൾ. സോ എൻ്റെ ട്രേഡ് നെയിമാണ് ഒമ്നിപാക്ക്. സ്റ്റുഡൻസ്, കോൺട്രാസ്റ്റ് മീഡിയം എന്നുള്ള ടോപ്പിക്കിനെ പറ്റി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. സോ ഏത് ടോപ്പിക്കാണെങ്കിലും റേഡിയോളജിനെ പറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. എങ്കിൽ മാത്രമേ എനിക്ക് പ്രയോറിറ്റി അനുസരിച്ച് വീഡിയോസ് ഇടാൻ സാധിക്കുകയുള്ളൂ. റേഡിയോളജി മാത്രമല്ല, റേഡിയോ തെറാപ്പിയിൽ ഏതെങ്കിലും ടോപ്പിക്സ് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ്. Let's go to the next topic, the procedure. So first step എന്ന് പറയുന്നത്, bladder is filled with the contrast medium using an infant feeding tube under aseptic precautions. A Foley catheter can be used for older children. അതുപോലെ തന്നെ ഈ കത്തീറ്ററിൻ്റെ ഈസി ഇൻട്രൊഡക്ഷന് വേണ്ടി ജെൽ ക്യാൻ ബി അപ്ലൈഡ് ടു ദ ടിപ്പ് ഓഫ് ദ കത്തീറ്റർ. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്, ദ കത്തീറ്റർ ഈസ് നോട്ട് അഡ്വാൻസ്ഡ് എനി ഫർദർ ദാൻ 1 to 2 centimeter after urine is obtained. Okay. And the third point, secure the position of catheter using any tape.
ഇതൊരു സിമ്പിൾ പോയിൻ്റ് ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ഒബ്ലിക് പൊസിഷനിലൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ദെൻ ദ ഫോർത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് സ്ക്രീനിങ് ഓഫ് ദ പേഷ്യൻറ്റ് ഓൺ ഫ്ലൂറോസ്കോപ്പി വൈൽ ഡിസ്റ്റൻഡിങ് ദ ബ്ലാഡർ വിത്ത് കോൺട്രാസ്റ്റ് ഇസ് നെസസറി ടു ചെക്ക് ഫോർ എ VUR. അതായത് സപ്പോസ് നമ്മൾ ഈ MCU പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യുന്നത് VUR ഡിറ്റക്ട് ചെയ്യാനാണെങ്കിൽ ഒരു സിംഗിൾ വോയിഡിങ്ങിലൂടെ തന്നെ VURൻ്റെ ഗ്രേഡ്, അതായത് അതിൻ്റെ സിവിയറിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ നമുക്ക് സാധിച്ചൊന്നും വരില്ല. സോ അതുകൊണ്ട് തന്നെ ഇൻ്റർമീഡിയറ്റ് സ്ക്രീനിങ് അത്യാവശ്യമാണ്. സോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തന്നെ കോൺട്രാസ്റ്റ് മീഡിയം ബ്ലാഡറിലേക്ക് നമുക്ക് റീഫിൽ ചെയ്യേണ്ടതായിട്ട് വരും. And the last step ആണ് after the bladder is filled to its capacity, the patient is now asked to void. ഓക്കെ, ഇനി നമ്മുടെ ഇമേജിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് നമ്മൾ ഏതൊക്കെ വ്യൂസ് ആണ് MCUന് എടുക്കുന്നതെന്ന് ഡിസ്കസ് ചെയ്യും. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഫ്ലൂറോസ്കോപ്പിക് പ്രൊസീജിയേഴ്സിൻ്റെ വ്യൂസ് മാറിക്കൊണ്ടേയിരിക്കും. സോ ജനറലായിട്ട് എടുക്കുന്ന വ്യൂസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺട്രോൾ ഫിലിം. Control film is obtained including the pubic symphysis to confirm the presence of radio-opaque shadow in bladder or urethra. Okay, and the second one എന്ന് പറയുന്നത് full bladder view on AP, and third view ആണ് both oblique to demonstrate bilateral vesico-ureteric junctions. സോ സുപ്പൈൻ പൊസിഷനിൽ തന്നെയാണ് മൾട്ടിപ്പിൾ വ്യൂസും എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒബ്ലിക്ക് എന്ന് പറയുന്നത് ലെഫ്റ്റ് ആൻറ്റീരിയർ ഒബ്ലിക്ക് ആൻഡ് റൈറ്റ് ആൻറ്റീരിയർ ഒബ്ലിക്ക് ആയിരിക്കും. കാരണം VUR കണ്ടുപിടിക്കാനാണെങ്കിൽ പ്രോൺ പൊസിഷനിൽ പ്രത്യേകിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഈ സുപ്പൈൻ പൊസിഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. ആൻഡ് ദ ഫോർത്ത് വ്യൂ എന്ന് പറയുന്നത് പോസ്റ്റ് വോയിഡ് ഫിലിമാണ്. ദാറ്റ് ഈസ് ആഫ്റ്റർ മിക്ചറേഷൻ. സോ ദിസ് ഈസ് യൂഷ്വലി ടേക്കൺ ടു ചെക്ക് വെദർ ദർ ഇസ് എനി യുറീട്രസ് സെൽ. യുറീട്രസ് സെൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൺജനൈറ്റൽ അബ്നോർമാലിറ്റി ദാറ്റ് ഫൗണ്ട് ഇൻ യുറീറ്റർ. ആൻഡ് ദ ഫൈനൽ വ്യൂ ആണ് ഫുൾ ലെങ്ത് വ്യൂ ഓഫ് അബ്ഡമൻ. ദിസ് ഈസ് ടേക്കൺ ടു ഡെമോൺസ്ട്രേറ്റ് എനി റിഫ്ലെക്സ് ഓഫ് കോൺട്രാസ്റ്റ് മീഡിയം ദാറ്റ് മൈറ്റ് ഹാവ് അൺനോട്ടിസ്ഡ് ഒക്കേർഡ് ഇൻ ടു ദ കിഡ്നീസ്. ബോത്ത് ഒബ്ലിക് വ്യൂ ഒക്കെ എടുക്കുമ്പോൾ പേഷ്യൻറ്റ് മിക്ചറേറ്റ് ചെയ്തുകൊണ്ടാണ് എടുക്കുന്നത്. സോ ആ സമയത്താണ് നമ്മൾ VUR എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് വോയിഡ് ഫിലിം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ വോയിഡിങ് ആണ്. വ്യൂസിനെ പറ്റി കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കാവുന്നതാണ്. സോ ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോംപ്ലിക്കേഷൻസ് ആണ്. Complications usually arise from catheterization or rarely from the absorption of the contrast medium by the bladder mucosa. കത്തീറ്ററൈസേഷൻ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന കത്തീറ്റർ ട്രോമയാണ് ഡിസ്യൂറിയ ഹെമച്യൂറിയ ഒക്കെ ഉണ്ടാകാൻ കാരണമാകുന്നത്. അതുപോലെ തന്നെ യൂറിനറി റിട്ടൻഷൻ ഒഴിവാക്കാൻ വേണ്ടി കുട്ടിക്ക് കുറച്ച് കൂടുതൽ വെള്ളം കൊടുക്കാനൊക്കെ നമ്മൾ പാരൻസിനോട് അഡ്വൈസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അക്യൂട്ട് UTI ഈ കത്തീറ്ററൈസേഷൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടാകുന്നതാണ്, ചില കുട്ടികളിലുണ്ടാകും. സോ ഇറ്റ് ക്യാൻ ബി കവർ ബൈ ഗിവിങ് ആൻറ്റിബയോട്ടിക്സ് ടു ദ ചൈൽഡ്. സോ അതുപോലെ തന്നെ പെർഫറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെയർ കേസാണ്. അതായത് ക്രോണിക് റീനൽ ഫെയിലിയറൊക്കെയുള്ള പേഷ്യൻസിനാണ് കൂടുതലായും ചാൻസ് ഉള്ളത്. ദെൻ അഡ്വേഴ്സ് റിയാക്ഷൻ ഇറ്റ് മേ ബി റിസൾട്ട് ഫ്രം ദ അബ്സോർപ്ഷൻ ഓഫ് ദ കോൺട്രാസ്റ്റ് മീഡിയം ത്രൂ ദ ബ്ലാഡർ മ്യൂക്കോസ. ഓക്കെ, ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ഞാൻ പേഷ്യൻ്റ് പ്രിപ്പറേഷനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല ഈ പ്രൊസീജിയറിന്. ബിക്കോസ് അതിൽ പ്രത്യേകിച്ചായിട്ടുള്ള പേഷ്യൻ്റ് പ്രിപ്പറേഷനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. കൂടുതലായിട്ടും പേരൻസിനാണ് നമ്മൾ കൂടുതൽ അഡ്വൈസ് കൊടുക്കുന്നത്. അതായത് ഒരു എൻഗേജ്ഡ് ആക്കാൻ വേണ്ടി ചൈൽഡിനെ ഈ പ്രൊസീജിയറിന് കോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ വേറെ മറ്റ് പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് കൂടുതൽ പറയാതിരുന്നത്. ഓക്കെ, സോ MCUനെ പറ്റിയുള്ള ഈ പ്രൊസീജിയറിനെ പറ്റിയുള്ള ക്ലാസ് ഇവിടെ കഴിയുകയാണ്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ സ്റ്റുഡൻസ്.